നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാഡമിയുടെ സ്മാർട്ട് ഫോൺ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പല രീതിയിലുള്ള വീഡിയോസ്, റീൽസും ഷോർട്സും യൂട്യൂബ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത്, ഇത് കാണുന്ന സമയത്ത് ഓരോരുത്തർക്കും മനസ്സിലുണ്ടാകും, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ നമുക്ക് എങ്ങനെ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെയും വലിയൊരു ആഗ്രഹമാണ്. പക്ഷേ പലർക്കും അറിയില്ല ഇതെങ്ങനെ ചെയ്യണമെന്ന്. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ സ്കില്ലാണ്. അത് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനെടുത്ത ഈ തീരുമാനത്തെ ഞാൻ തികച്ചും സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ മികച്ച രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ ഞാൻ നിങ്ങളെ സജ്ജരാക്കാം. എന്താണ് വീഡിയോ എഡിറ്റിംഗ്? വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ക്ലിപ്പുകളെ അറേഞ്ച് ചെയ്ത്, മോഡിഫൈ ചെയ്ത് അതിനെ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് വ്യത്യസ്തമായ ക്ലിപ്പുകളെ അർത്ഥവത്തായ രൂപത്തിൽ ഒരു വീഡിയോ, പരിപൂർണമായ ഒരു വീഡിയോ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയാം. ഒരാൾ യാത്ര പോകുമ്പോൾ അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും, അയാൾ ഇറങ്ങുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ കാഴ്ചകൾ, അതുപോലെ അയാൾ ചെയ്ത വർക്കുകൾ, അതുപോലെ അയാൾ സന്ദർശിച്ച വ്യത്യസ്തമായ എക്സ്പീരിയൻസുകൾ, ഇതെല്ലാം വ്യത്യസ്തമായ ക്ലിപ്പുകളാണ്. ഈ ക്ലിപ്പുകളെ അതിൽ നിന്ന് ആവശ്യമില്ലാത്തത് കളയുകയും ആവശ്യമായ എഫക്റ്റുകൾ കൊടുക്കുകയും ട്രാൻസിഷൻസ് കൊടുക്കുകയും വേണ്ട സ്ഥലങ്ങളിൽ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരോ സാധനത്തിൻ്റെ പേരോ ഒക്കെ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനും, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അവിടെ കൊടുക്കേണ്ട മ്യൂസിക് ആഡ് ചെയ്യാനും ഇതൊക്കെ ആവശ്യമായിട്ട് വരും. ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി ചെയ്യുന്ന പ്രോസസ്സാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്തമായൊരു സ്കിൽ ആവശ്യമാണ്. അതാണ് ഈ കോഴ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നൽകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ബെനഫിറ്റ്സ്, ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമതായി, വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഹൈ ഡിമാൻഡ് കരിയർ സ്കില്ലാണ്. വലിയ ഡിമാൻഡുള്ള ഒരു തൊഴിൽ കഴിവാണ്. നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും വീഡിയോ കണ്ടൻറ്റുകളാണുള്ളത്. യൂട്യൂബിലാവട്ടെ, ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ടിക്ടോക്കിലാവട്ടെ, ബിസിനസ്സുകളിലാവട്ടെ, പരസ്യങ്ങളിലാവട്ടെ, ഇവിടെയൊക്കെ നമുക്ക് വീഡിയോസ് കാണാൻ കഴിയും. വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു പോസ്റ്റർ ഇടുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവായി ആളുകളത് കണ്ടിരിക്കും. പ്രത്യേകിച്ചും നല്ല എൻഗേജിങ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു നല്ല തുടക്കത്തോടു കൂടെയുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ അറിയാതെ അത് മുഴുവനായിട്ടും ഇരുന്ന് കണ്ടുപോകും. അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റാണ് അതിലുള്ളത്, നല്ല കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ആളുകളത് മുഴുവൻ കഴിയുന്നത് വരെ കേട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വീഡിയോകളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്ക് ഏതൊരു പരസ്യത്തിനാണെങ്കിലും ഒരു ബ്രാൻഡിനാണെങ്കിലും അവർക്ക് നല്ല പ്രൊഫഷണലായിട്ടുള്ള ലുക്കുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കരിയറാണ്, ഒരു തൊഴിൽ മേഖലയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അവർക്ക് ഫ്രീലാൻസ് ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടൊക്കെ വർക്ക് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതായി, ഓപ്പർച്യൂണിറ്റി ടു ഏൺ മണി. നല്ല പണം സമ്പാദിക്കാനുള്ള ഒരു അവസരം വീഡിയോ എഡിറ്റിംഗ് പഠിച്ചാൽ നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് യൂട്യൂബർമാർക്ക്, ബിസിനസ്സിൻ്റെ എന്ന് പറയുമ്പോൾ പ്രൊമോഷണൽ വീഡിയോസ്, അഡ്വർടൈസ്മെൻറ്റ് വീഡിയോസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇവർക്കൊക്കെ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ഈ വീഡിയോ എഡിറ്റിങ്ങിലൂടെ സാധിക്കും. അതുപോലെ വെഡ്ഡിങ്, അതുപോലെ ഇവൻറ്റ്സ്, ഏതെങ്കിലും പരിപാടികളൊക്കെ വരികയാണെങ്കിൽ അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം സമ്പാദിക്കാൻ കഴിയും. അതിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാം. വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത് ആരാണോ അയാൾക്ക് നിശ്ചയിച്ചുകൊണ്ട് അത് അവരിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. അതൊരു സ്കില്ലാണ്. ആ സ്കില്ലിന് നമുക്ക് എത്രയാണോ നമ്മൾ മൂല്യം കൽപ്പിക്കുന്നത് അത് നമുക്ക് പ്രൈസായിട്ട് ഇടാം. അത് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്
വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായി എക്സ്പ്രസ് യുവർ ക്രിയേറ്റിവിറ്റി. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്. അതിലൂടെ നമ്മൾ കാണിച്ചുകൊണ്ട് ആളുകളെ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി പറയുകയാണ്, ഒരു കഥ പറയുകയാണ്. സ്റ്റോറി ടെല്ലിംഗ് ആണ് സത്യത്തിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കതിൽ മ്യൂസിക്സ്, ട്രാൻസിഷൻസ്, ടൈമിങ്സ്, എഫക്ട്സ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഇമോഷൻസും ഇമ്പാക്ട്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ടിക്ടോക്കിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൻ്റെ ഷോർട്സിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിക്കുകയും അതുവഴി നമുക്ക് നല്ലൊരു ഏണിങ്സ് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തുകൊണ്ട് സമ്പാദിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്രിയേറ്റിവിറ്റിയെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൂൾ കൂടെയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നാലാമതായി ഗ്ലോബൽ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് സ്വതന്ത്രമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലിരുന്നു കൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതിലിരുന്നു കൊണ്ട്, ട്രെയിനിലാണെങ്കിൽ അങ്ങനെ, ഫ്ലൈറ്റിലാണെങ്കിൽ അങ്ങനെ ഒക്കെ നമുക്ക് ഫ്രീലാൻസ് ആയിട്ട് ഫ്രീ ആയിട്ട് അവസരമുണ്ട് വർക്ക് ചെയ്യാൻ. ഉദാഹരണത്തിന് അപ്വർക്ക്, ഫിവർ, ഫ്രീലാൻസർ ഇങ്ങനത്തെ ഒക്കെ പ്ലാറ്റ്ഫോമുകളുണ്ട്, വെബ്സൈറ്റുകളാണ്. ഇതിലൊക്കെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് എഡിറ്റിംഗ് ജോബുകൾ നിലവിൽ ഡെയിലി വരുന്നുണ്ട്. നല്ല സ്കില്ലുണ്ടോ നിങ്ങൾക്ക്, നിങ്ങളെ തേടി ഒരുപാട് എംപ്ലോയേഴ്സ് വരും. അതൊരു സ്കില്ലായതുകൊണ്ടാണത്. അത് എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയില്ല. അത് പഠിച്ച് നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ക്ലയൻസിന് വർക്ക് ചെയ്യുകയും ഡോളറുകൾ സമ്പാദിക്കാനും സാധിക്കും. അപ്പോൾ ഗ്ലോബൽ ഫ്രീലാൻസ് ഓപ്പർച്യൂണിറ്റിയാണ്, രാജ്യാന്തരമായിട്ടുള്ള ഫ്രീലാൻസ് അവസരമാണ് ഈ വീഡിയോ എഡിറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. അഞ്ചാമതായി ബൂസ്റ്റ് യുവർ സോഷ്യൽ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് സ്കിൽസ്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതുപോലെ മാർക്കറ്റ് ചെയ്യാനുള്ള കഴിവുകളും അതൊക്കെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിയും, ഒന്നും കൂടെ നിലവാരം കൂട്ടാൻ കഴിയും. നമുക്ക് നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രാൻഡിനെ ഓൺലൈനായിട്ട് വികസിപ്പിക്കാനും പെർഫോം ചെയ്യാനൊക്കെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഉദാഹരണത്തിന് ഞാനൊരു സോപ്പാണ് കച്ചവടം ചെയ്യുന്നത് എന്ന് കരുതാം. എനിക്ക് സോപ്പ് മാത്രം കച്ചവടം ചെയ്യാൻ അറിയുള്ളൂ. എനിക്കതിൻ്റെ വീഡിയോസ് എടുത്ത് ആളുകളിലേക്ക് എത്തിക്കാനോ അതിൻ്റെ റിവ്യൂസ് എടുത്തിട്ട് ആളുകളിലേക്ക് എത്തിക്കാനോ ഒന്നും കഴിയില്ല. നേരെ മറിച്ച് നമ്മളൊരു പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യണം. അവർക്ക് ഇതിൻ്റെ പല രൂപത്തിൽ, ഒരു സോപ്പ് മാത്രം ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്, സോപ്പല്ല ഒരു ടോയ് ആണെന്നുണ്ടെങ്കിലും ആ ടോയിയെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുമ്പോൾ അത് പ്രത്യേകമായ രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് എഫക്റ്റ്, അതുപോലെ ഡ്രോപ്പ് എഫക്റ്റ്, ഇങ്ങനത്തെ എഫക്റ്റുകളൊക്കെ കൊടുത്തിട്ട് നല്ല ഒരു ക്രിയേറ്റീവായിട്ട് നമ്മൾ ആ വീഡിയോ ആളുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, സാധാരണ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നതിന് പകരം ഇത് ക്രിയേറ്റീവായിട്ട് കാണിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കും. അതിന് കുറച്ച് സ്ട്രോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ജനങ്ങളിലേക്ക് അതിൻ്റെ ഒരു ഒരു നല്ലൊരു ക്രിയേറ്റീവായിട്ട് വീഡിയോ കാണിക്കുകയാണെങ്കിൽ ആളുകൾക്കത് കൂടുതൽ ഒരു ആനന്ദകരമാക്കി കാണാനും അതുവഴി നമുക്ക് നമ്മുടെ മാർക്കറ്റിംഗ് സ്കില്ലിന് അത് ഉപകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇടുമ്പോഴും യൂട്യൂബിൽ ഷോർട്സ് ഇടുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ്, നമ്മൾ എൻഗേജിങ് എന്ന് പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കുക, ആളുകൾ അതിങ്ങനെ നോക്കിയിരിക്കും, അതിന് ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള ലെവലിലേക്ക് നമ്മുടെ വീഡിയോസിനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ആറാമതായി ഇംപ്രൂവ്സ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. നമുക്ക് നല്ല സ്റ്റോറി പറയാൻ, സ്റ്റോറി ടെല്ലിംഗ് ആണ് പ്രധാനമായിട്ടും വീഡിയോ എഡിറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ഒരു കഥ നമ്മൾ പറയാതെ പറയുകയാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഞാൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി, അല്ലെങ്കിൽ രാമോജി ഫിലിം സിറ്റി കാണാൻ പോയി. ഈ ഫിലിം സിറ്റി കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഹൈദരാബാദിലെത്തുന്നു. അതിന് മുമ്പ് നമ്മൾ നാട്ടിൽ നിന്ന് ട്രെയിൻ കയറുന്നു, അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറുന്നു. ട്രെയിനിലാണെങ്കിൽ പോകുന്ന സ്ഥലത്തെ കാഴ്ചകൾ, അവിടെ കണ്ട നമ്മളെ എക്സ്പീരിയൻസ്, അവിടുത്തെ ഫുഡ് കൾച്ചർ, അതുപോലെ നമ്മൾ അവിടെ ട്രെയിനിൽ കയറിയപ്പോൾ ടിക്കറ്റ് എടുത്ത അനുഭവം, ഇതൊക്കെ നമ്മൾ പറയാതെ കാണിച്ചുകൊണ്ട്, ചെറിയ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് വലിയ വലിയ കഥകൾ പറയാൻ കഴിയും. പറയാതെ പറയാമെന്ന് പറയും. അതാണ് സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ മെച്ചപ്പെടുത്താൻ കഴിയും. അത് നന്നായി സ്ട്രക്ചേർഡ് ഐഡിയാസൊക്കെ വെച്ച് നല്ല താളങ്ങളും റിതം അതുപോലെ എല്ലാം കൊടുത്ത് അടിപൊളിയായിട്ട് നമുക്ക് വിഷ്വലായിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും.
അതിന് വലിയ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും നല്ല കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു സഹായകമായ കാര്യമാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് എൻ്റെ ക്ലാസ് ആളുകൾക്ക് എത്തിക്കണം. എന്താണ് മാർഗം? വീഡിയോ എഡിറ്റിംഗ് പഠിക്കണം. നല്ല ടീച്ചറാണെങ്കിൽ അവർക്ക് അവരുടെ നിലവിലുള്ള ടീച്ചിങ് സ്കില്ലിനെ കൂടുതൽ പരിപോഷിപ്പിക്കാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും വീഡിയോ എഡിറ്റിംഗ് സഹായിക്കും. വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്കത് നല്ല മാർക്കറ്റുകളിൽ ഗ്രാഫി പോലെയുള്ള അല്ലെങ്കിൽ ടാഗ് മാംഗോ പോലെയുള്ള വെബ്സൈറ്റുകൾ വഴി നമ്മളതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളിലേക്ക് നമ്മുടെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ അതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ കോഴ്സുകൾ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതെല്ലാം ആളുകളിലേക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ടോ ഒക്കെ എത്തിക്കാൻ കഴിയും. പേയ്മെൻറ്റ് നമുക്ക് വാങ്ങാം. നല്ല ക്ലാസ് ആണെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾ പഠിക്കാൻ വരും. അത് നമുക്ക് എങ്ങനെ സാധിക്കും? ഈ വീഡിയോ എഡിറ്റിങ്ങിലൂടെ സാധിക്കും. ഞാൻ തന്നെ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ അത് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ പണം ചിലവാക്കാതെ ഒരു വീഡിയോ മാത്രം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പൈസ പുറത്തുള്ള കമ്പനികൾക്ക് എഡിറ്റ് ചെയ്യാൻ കൊടുക്കണം. ഇതാവുമ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം ചെയ്യുന്നു. ആളുകളിലേക്ക് നമ്മൾ നമ്മുടെ ക്ലാസ് എത്തിക്കുന്നു. നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുന്നു. വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ആളുകളെ പഠിപ്പിക്കാനൊക്കെ വീഡിയോ എഡിറ്റിംഗ് നന്നായിട്ട് സഹായിക്കും. ടീച്ചേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ് എന്നർത്ഥം. ഏഴാമതായി ഇൻഡിപെൻഡൻസ് ഫോർ കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ്. കോണ്ടൻറ്റുകൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യമുള്ളൊരു മേഖലയാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേറൊരാളെ പിറകെ പോയി സമയം ചെലവഴിച്ച് വെറുപ്പ് സമ്പാദിച്ച് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാളെ വീഡിയോ എഡിറ്റിംഗ് ഏൽപ്പിക്കുകയാണ്. എന്താ ഉണ്ടാവുക? ഇന്ന് ഏൽപ്പിച്ച വീഡിയോ എഡിറ്റിംഗ് 4, 5, 6, 7 ദിവസം കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് കിട്ടണമെന്നില്ല. കാരണം അയാൾക്ക് നമ്മുടേത് മാത്രമല്ല വ്യത്യസ്തമായ കമ്പനികളുടെയോ വ്യത്യസ്തമായ ആളുകളുടേതൊക്കെ വർക്കുകൾ ഉണ്ടായിരിക്കും. വ്യത്യസ്തരായ ആളുകളുടെ വർക്ക് എടുക്കുന്ന ഒരാൾക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് നമ്മുടെ വീഡിയോസ് കിട്ടാൻ വലിയ പ്രയാസമായിരിക്കും. നേരെ മറിച്ച് നമ്മൾ തന്നെ പഠിക്കുകയാണെങ്കിലോ, എൻ്റെ വീഡിയോസ് ഞാൻ എടുക്കുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഒരു ടൈമും നമ്മൾ ലേഗാക്കൂല. കാരണം എൻ്റെ ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്കെന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ പഠിച്ച് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് വളരെ പെട്ടെന്ന് ഫാസ്റ്റായി അപ്ലോഡ് ചെയ്ത് നമ്മുടെ തന്നെ ക്രിയേറ്റീവ് കൺട്രോൾ നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. ഇതാണ് ഏറ്റവും വലിയ ഒരു ഫ്രീഡം നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിലൂടെ കിട്ടുന്നു എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗ് എന്താണെന്നും അത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും നമ്മൾ പറയുകയുണ്ടായി. ഇനി എങ്ങനെയാണ് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്? വളരെ ഈസിയാണ്. വീഡിയോ എഡിറ്റിംഗ് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം പ്രധാനപ്പെട്ട വീഡിയോ എഡിറ്റിങ്ങിലെ സ്റ്റെപ്പുകളെക്കുറിച്ച്. വീഡിയോ എഡിറ്റിംഗ് വളരെ ഈസിയാണ്. നമുക്കെന്താണോ ആദ്യമായിട്ട് ചെയ്യേണ്ടത്? വീഡിയോ എഡിറ്റിംഗ് ആപ്പ് തുറന്നതിന് ശേഷം അതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ അതിലേക്ക് കൊണ്ടുവരിക. അതിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കട്ടിങ് ആൻഡ് ട്രിമ്മിങ്. നമ്മൾ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ കട്ട് ചെയ്യുക. ആവശ്യമില്ലാത്തതൊക്കെ കളയുക. ആവശ്യമില്ലാത്ത അൺനെസസറി ആയിട്ടുള്ള പാർട്സൊക്കെ നമുക്ക് കളയുക. ബാക്കിയുള്ളത് അവിടെ കീപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്തത് അറേഞ്ചിങ് ആണ്. നമ്മൾ ആ വീഡിയോസിനെ ക്രമപ്പെടുത്തി വെക്കുന്നു. അത് നമുക്ക് എങ്ങനെയാണോ വെക്കേണ്ടത് ആ രൂപത്തിൽ നമ്മളതിനെ വെക്കുന്നു. പിന്നീട് ആഡിങ് എഫക്റ്റ് ആൻഡ് ട്രാൻസിഷൻസ് കൊടുക്കുന്നു. എന്താണ് ട്രാൻസിഷൻ എന്നൊക്കെ ക്ലാസ് നമുക്ക് തുടങ്ങുമ്പോൾ മനസ്സിലാവും. അതിൽ എഫക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി ആഡിങ് മ്യൂസിക്, സൗണ്ട് ആൻഡ് വോയിസ് ഓവർ. നമുക്ക് സൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സൗണ്ട് കൊടുക്കാം, മ്യൂസിക് കൊടുക്കണമെങ്കിൽ മ്യൂസിക് കൊടുക്കാം. ഇനി നമ്മളെടുത്ത വീഡിയോയിൽ നമ്മുടെ തന്നെ വോയിസ് ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം. എന്നിട്ട് കളർ കറക്ഷൻ, അതിൻ്റെ കളറുകളൊക്കെ കളർ പോയ വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്കത് കളർ ഗ്രേഡൊക്കെ ചെയ്തുകൊണ്ട് ബ്രൈറ്റ്നെസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കോൺട്രാസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഒന്നുകൂടി ലുക്ക് ചെയ്യാം. നല്ല ബെറ്റർ ആയിട്ട് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ഗ്രേഡിങ്ങും കളർ കറക്ഷനൊക്കെ ചെയ്യാം. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് മെയിനായിട്ടും വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിങ്ങിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ഇമ്പോർട്ടിങ്, കട്ടിങ്, അറേഞ്ചിങ്, ആഡിങ് എഫക്ട്സ്, ആഡിങ് മ്യൂസിക്, കളർ കറക്ഷൻ, എക്സ്പോർട്ടിങ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. പഠിക്കാൻ കുറച്ചുകൊണ്ട് ഈസിയാണെങ്കിലും വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടും ചെയ്യാം, നമ്മുടെ PC ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇനി നിങ്ങളുടെ അടുത്ത് കമ്പ്യൂട്ടർ അല്ല ലാപ്ടോപ്പാണുള്ളത് അതിലും ചെയ്യാം, എല്ലാത്തിലും ചെയ്യാം. നമ്മളിവിടെ പഠിപ്പിക്കുന്നത്
മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാരണം എല്ലാവരുടെ കയ്യിലും സുലഭമായിട്ടുള്ളത് മൊബൈൽ ഫോണാണ്. കമ്പ്യൂട്ടർ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. നിങ്ങളുടെ അടുത്ത് മാക്ബുക്ക് ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് ലാപ്ടോപ്പ് ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് PC ഉണ്ടാവണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മൊബൈൽ ഫോണിൽ തന്നെ ചെയ്യാം. കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് പോലെ അത്രയും എഫക്റ്റുകളും VFX ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റിങ്ങിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ച് പഠിക്കാൻ പറ്റിയ ആപ്ലിക്കേഷൻസുകൾ ഏതൊക്കെയാണ്, അതാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. വളരെ പ്രൊഫഷണലായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് CapCut എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ VN എഡിറ്റർ, ഇൻഷോട്ട്, മേജറായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഈ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ ആപ്ലിക്കേഷൻസ് നമ്മളിവിടെ പഠിക്കുന്നത് VN എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ്. നമുക്കടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഓരോ ക്ലാസ്സുകൾ VN എഡിറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് വിശദമായിട്ട് പഠിക്കാം. താങ്ക് യു.